പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കൊച്ചിയിലാണുള്ളത്. കഴിഞ്ഞ നമ്മളെ തിരുവനന്തപുരം വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാണ്, നിങ്ങൾ കണ്ട് വിജയിപ്പിച്ചതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുടെ കമൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ ചെയ്തത് തിരുവനന്തപുരം നമ്മളെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്. എന്നാൽ കൊച്ചി ആളുകൾക്ക് മറ്റൊരു ആവശ്യമായിട്ട് കൂടുതൽ ആവശ്യം വരുന്നൊരു ഇടമാണ്. കേരളത്തിൻ്റെ ബിസിനസ് തലസ്ഥാനമാണ് കൊച്ചി. അപ്പോൾ പല ആളുകളുടെയും കമാൻഡുകൾ ഉണ്ടായിരുന്നത് കൊച്ചിയിൽ ഒരു ഇതുപോലെ ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു കൂടുതൽ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാനാദിക്കിലും ഉള്ളത് ചോദിച്ചിട്ടും കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ തൃശ്ശൂരും എല്ലാം പലരും ചോദ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ വ്യൂവേഴ്സിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് എങ്ങനെ കഴിയും എന്നുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. കൊച്ചിയിലുള്ള ഡോർമെട്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിഗംഭീരമാണ്, അതുപോലെ തന്നെ സുന്ദരമാണ്, വലിയൊരു സ്പേസസ് ആണ്. അതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ വെൽ സെക്യൂർഡ് ആണ്. മറ്റൊരു വലിയൊരു പ്രത്യേകത, കൊച്ചി മെട്രോയുടെ കീഴിലാണ് ഈ ഡോർമെട്രി വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ പോലെ തന്നെ ഒരു PPP മോഡൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്തത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെയാണ്. ഏതായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കൊച്ചിയിൽ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം MG റോഡിൻ്റെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ MG റോഡ് സ്റ്റേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. കാര്യമായിട്ട് നമ്മുടെ MG റോഡിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ PTS ഇൻ എന്ന് പറയുന്ന ഡോർമെട്രി ഉള്ളത്. വെറും 399 രൂപക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഡോർമെട്രി സംവിധാനമാണല്ലേ. കൊച്ചി നഗരത്തിൽ ഒരു ഭീമമായ വലിയൊരു നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ മിനിമം ചാർജിൽ, ചെറിയ ചാർജിൽ താമസിക്കാൻ ഒരു ദിവസത്തെ 2 ദിവസത്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മളൊക്കെ കൊച്ചിയിൽ വരാറുള്ളൂ. ഈ വരുമ്പോൾ തന്നെ നമുക്ക് വളരെ ചെറിയ ചാർജിൽ നമുക്ക് താമസിക്കാൻ കഴിയും എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതാണ് ഈ MG റോഡ് നമ്മുടെ സ്റ്റേഷൻ്റെ ഉള്ളിൽ, മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഡോർമെട്രി. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ തിരുവനന്തപുരത്തുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഒരുപാട് എൻക്വയറികൾ നമുക്ക് വന്നത്. PTS ഇൻ അതാണ് ഈ ഡോർമെട്രിൻ്റെ പേര്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഡോർമെട്രി പോലെ അല്ല. വളരെ സ്പേസസ് സെക്യൂർഡാണ്, നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. തിരുവനന്തപുരത്ത് അത്ര സ്പേസ് അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഫൈസ് ടോക്ക് ആൻഡ് ട്രിപ്പ് വീഡിയോൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയാം. ബഹുമാനപ്പെട്ട KSRTC മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ MLA നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു പുതിയ ഡോർമെട്രി സംവിധാനം കൂടി അവർ തുറക്കാൻ പോവുകയാണ്. അതിന് കാരണമായത് നിങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. ജനങ്ങൾ നമ്മുടെ വീഡിയോ ഏറ്റെടുത്തു. അവിടെയുള്ള ആ ഒരു സംവിധാനം ചെറിയ രൂപത്തിൽ സെറ്റപ്പിൽ പോയിരുന്നത് അവർക്ക് വിപുലപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ ഒരൊറ്റ വീഡിയോൻ്റെ കാരണത്താലാണ്. അതിന് നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്, വ്യൂവേഴ്സിനോട്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുന്നുള്ളത് എനിക്കറിയാം. ഇത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണെന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെയും നമ്മുടെ വീഡിയോസിൻ്റെയും എല്ലാം പ്രത്യേകത. കാരണം ഈ വീഡിയോ എനിക്കല്ല, നിങ്ങൾക്കുമല്ല, ഇത് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഏതായാലും ഞാൻ അതിൻ്റെ വഴി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൊച്ചി മെട്രോ MG റോഡ് സ്റ്റേഷനിലേക്കുള്ള കവാടം. ഇവിടുന്ന് നേരെ വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ചെറിയ ബോർഡ് കാണാം. ആ ചുവപ്പ് ബോർഡാണ് PTS ഇൻ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ നടക്കേണ്ടതുണ്ട്. ഇതുപോലെ നമുക്കിവിടുന്ന് നടന്നു നോക്കാം. ഏതായാലും നടന്നിട്ട് കയറി ഒരു സ്റ്റെയർ കയറി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ PTS ഇൻ കാണാൻ പറ്റുക. അതിൻ്റെ മുകളിൽ കനറ ബാങ്ക് അതുപോലെ തന്നെ ബറോഡ ബാങ്കിലുള്ള ബോർഡുകളൊക്കെ കാണാം. കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സൊസൈറ്റി ലിമിറ്റഡ് എന്നുള്ള ബോർഡ് കാണാം. ഇത് ഇവിടുന്ന് നേരെ ഇതാണ് PTS ഇൻ AC ബെഡ് സ്പേസ്. നമ്പറൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഇതാ ഈ ഒരു വഴിയിലൂടെ കടന്നു പോവാം. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 2 ലിഫ്റ്റ് ഉണ്ട്. ഇതിൽ സെക്കൻഡ് ഫ്ലോറിലാണ്
നമുക്ക് കയറാനുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. കയറുന്ന അടുത്ത് തന്നെ നമുക്കൊന്ന് ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ട് സാറടുത്ത് അല്ലേ. 2 പേര് എഴുതിയിട്ട് നേരെ കയറാം. അവിടെ കയറി കഴിഞ്ഞാൽ നേരെ സെക്കൻഡ് ഫ്ലോറിലുള്ള നമുക്ക് ലിഫ്റ്റിലും കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ നമ്മളെ സെക്യൂരിറ്റി ഗാർഡ് ഉള്ള ഇതിൻ്റെ തൊട്ട് പുറകിലൂടെ നേരെ സ്റ്റെയർകേസ് കയറിയിട്ടും നമുക്ക് അവിടെ പോകാൻ പറ്റും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെയർ കയറിയിട്ട് നേരെ മുകൾക്ക് നേരെ നമ്മുടെ ഡോർമെട്രിയിലേക്കാണ് ഉള്ളത്. സ്റ്റെയർ കയറി പോകണം. നല്ല സൗകര്യമുള്ള ലിഫ്റ്റ് ഉണ്ട്. ഏതായാലും നമുക്ക് ലിഫ്റ്റ് കയറാം. ഏതായാലും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഡോർമെട്രിയിലേക്കുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട്. നമ്മൾ ലിഫ്റ്റിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറിയപ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. മൂപ്പര് നമ്മളെ ഡോർമെട്രിയിലേക്കാണ് അല്ലേ. ഇതെങ്ങനെ അറിഞ്ഞിട്ടുള്ളത് സാറേ? ഓട്ടോ ഡ്രൈവർ പറഞ്ഞാണല്ലേ. ഓക്കെ, ഓട്ടോ ഡ്രൈവറൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംവിധാനം അറിയുന്നത്. ഏതായാലും ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടാണ് സാറ് അറിഞ്ഞതല്ലേ. സാർ എന്തിനു വന്നായിരുന്നു ഇവിടെ? ഹൈക്കോടതി. ശരി, കോടതി ആവശ്യത്തിന് വേണ്ടി വന്നു. സാറിൻ്റെ പേരെന്തായിരുന്നു? അനിൽകുമാർ അല്ലേ. സാർ എന്താ ചെയ്യുന്നത്? കോൺട്രാക്ടർ അല്ലേ. ഓക്കെ, അപ്പം സാറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് വന്നതായിരുന്നു. ഓട്ടോറിക്ഷക്കാർ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നല്ലവരായ കൊച്ചിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നന്ദി പറയാണ്. ഏതായാലും നമുക്കൊന്ന് കാണാം. സാറ് ഇതിലൂടെ നടക്കാം. നേരെ ഏതായാലും നമുക്ക് നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്തിന് ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ഗുരുത്താണ്. ഏതായാലും എന്താ ടീച്ചേഴ്സിന് ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ്. അതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ സർവീസും ഉണ്ട്. മണി ട്രാൻസ്ഫറിനുള്ള ഫോൺ പേൻ്റെ, അതുപോലെ തന്നെ അതിൻ്റെ ചെക്ക് ഇൻ ടൈമെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇൻ ടൈം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെക്കിന് 7 PM, ചെക്കൗട്ട് 8 AM. ചെക്കിന് 8 AM, ചെക്കിന് 7 PM. അതാണ് ഇവിടുത്തെ ടൈം പീറ്റേഴ്സിന്. ഇതാണ് ഫെസിലിറ്റീസ്. ആദ്യം ഒരു കോഫി ഹൗസാണ്. ഇതൊരു കോഫി ഹൗസ് ആണല്ലേ സാറേ? ഓക്കെ, ഒരു കോഫി ഹൗസ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഏതായാലും കാണാം. സാറ് പേരെന്തായിരുന്നു? മുത്താണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഗസ്റ്റുകളൊക്കെ? എങ്ങനെ വരവൊക്കെ? ഭയങ്കര പ്രതികരണമൊക്കെയാണ് അല്ലേ. ഏതായാലും ഇതാണ് നമ്മുടെ റൂം, ഡോർമെട്രി സംവിധാനങ്ങൾ. വിശാലമായ നല്ല സൗകര്യമാണ്. അടിപൊളിയായിട്ടുള്ള ഓരോ ബെഡുകളും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബെഡ് സ്പേസുകൾ. ഇതിന് മൊബൈൽ ചാർജർ ഉണ്ട്. മുകളിൽ തന്നെ മൊബൈൽ ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ ബെഡ് ലാമ്പ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. തുറന്നോളൂ കേട്ടോ. ഓക്കെ, ബാത്റൂം ഫെസിലിറ്റീസ് ആണിത്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. വമ്പം സെറ്റപ്പ്. ബാത്റൂമൊക്കെ നല്ല ആധുനിക സംവിധാനത്തോടു കൂടി തന്നെ ഉള്ളത്. നല്ല വൃത്തിയും വെടുപ്പിൽ തന്നെ ഉള്ളത് എല്ലാ ബാത്റൂമുകളും. ഒരുപാട് ബാത്റൂമുകളുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കാളും കൂടുതലുണ്ട്. സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ യൂറോപ്യൻ ടൈപ്പിലുള്ളുണ്ട്, മറ്റേ ഇന്ത്യൻ ടൈപ്പിലുള്ളുണ്ടോ? ഓക്കെ, യൂറോപ്യൻ ടൈപ്പിലാണ്. ബാത്റൂം ഉണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ലാട്രിൻ സംവിധാനങ്ങളൊക്കെ എല്ലാം നല്ല സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പ്ലീസ് ലീവ് ടോയ്ലറ്റ്സ് ക്ലീൻ നെക്സ്റ്റ് യുവർ യൂസ് ടൈം. ഓക്കെ, ആ ലേഡീസിൻ്റെ ഒന്ന് കാണിക്കുമോ? ആളില്ലല്ലോ. ഇതാണ് ഫാമിലിക്കുള്ളത്. ഫാമിലി സംവിധാനം ഒന്ന് കാണിച്ചേ.
ഓക്കെ, ഒരു ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്കും ഈ ഡോർമെറ്ററി ഉപയോഗിക്കാം. പെർ ഹെഡ് വെച്ചിട്ട് തന്നെ അതിൻ്റെ പേയ്മെൻറ്റും വരുന്നത്. എല്ലാം അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലഗിങ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് കയറിയിട്ട് മുകളിൽ പോകാം, വലിയ ആളുകൾക്കും കയറാം. ഇതാണ് മൊബൈൽ പ്ലഗിങ് ചാർജ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ 24 വോൾട്ടിൻ്റെ പ്ലഗ് ഉണ്ട് മൊബൈൽ ചാർജ്. ഇതാണ് ഡബിൾ ആയിട്ടുള്ള ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സിംഗിൾ ആയിട്ടുള്ളതുണ്ട്. ഇതൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഫാമിലിക്ക് മൊത്തമായിട്ടുണ്ട് എടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഒരു 3-4 ആളുകൾ ഒപ്പം വരികയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് ലേഡീസിനുള്ളതാണ് ഡോർമെറ്ററി. വേറൊരു വാതിലൊക്കെ വെച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് നേരെ ക്ലോസ് ചെയ്തിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലേഡീസിനുള്ള സംവിധാനമാണ്. കണ്ടോ, ഇത് ഫുള്ള് ഈ ഭാഗം മൊത്തം ലേഡീസിനുള്ളതാണ്. അതിന് ഒരു കതക് വെച്ചിട്ടൊക്കെ ക്ലോസ് ചെയ്യാം. നൈറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മാത്രമുള്ളെങ്കിലും എന്താ ചെയ്യുക, ഇത് അവർക്ക് ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ക്ലോസ് ചെയ്താൽ പ്രൈവസി ആയിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന പെൺകുട്ടികളൊക്കെ ആണ്, ഇനി എക്സാമിനേഷൻ വല്ല ടൂറൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ. അത് സെപ്പറേറ്റ് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ലേഡീസിനുള്ള ഡോർമാറ്റ്, ഓൺലി ഫോർ ലേഡീസ്. അതാണ് ഈ കാണിക്കുന്നത്. ഇത് ഫുള്ള് ലേഡീസിനുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വരുമ്പോൾ എന്തായാലും ചിലപ്പോൾ ഒന്ന് പൗഡർ ഇടാനോ അതുപോലെ തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാനൊക്കെ വേണ്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു മിററൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ കണ്ടോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ പുറകിലുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പം ആളുകൾക്ക് എന്തൊക്കെ വേണ്ടി വരും, അത് ആണുങ്ങൾക്ക് വേണ്ടുന്ന, പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഡോർമെറ്ററി മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അവിടെ പെൺകുട്ടികളെ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ്, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ആൾ ചെക്കിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഏതായാലും കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടാതെ വളരെ സെക്യൂർഡായിട്ട് എക്കണോമി ലെവലിൽ നമുക്ക് ഇവിടെ താമസിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഡോർമെറ്ററി കൊണ്ട് നമുക്ക് അറിയാവുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ AC ആണ് നമ്മളെ കൊച്ചിയിൽ ഉള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പോലെ തന്നെ AC സംവിധാനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ കൊച്ചി മെട്രോൻ്റെ ഉള്ളിൽ MG റോഡ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ പീറ്റേഴ്സ് ഇന്ന്. അതിൻ്റെ തുടക്കക്കാരൻ എന്നല്ല, പീറ്റേഴ്സ് ഇന്നിൻ്റെ എന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡോർമെറ്ററി സംവിധാനം, പ്രത്യേകിച്ച് ഒരു PPP സംവിധാനത്തിൽ ഡോർമെറ്ററി സംവിധാനത്തിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറ് നമ്മുടെ ഡോർമെറ്ററിയിൽ വന്ന സമയത്ത് തന്നെ, കൊച്ചി ഡോർമെറ്ററിയിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ നേരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമാണ്. ഏതായാലും സാറേ, ഇതിൻ്റെ തുടക്കം അതുപോലെ തന്നെ എത്ര പേയ്മെൻറ്റ് വരുന്നു ഇതിന് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കേരളത്തിൽ തന്നെ അല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഡോർമെറ്ററി സംവിധാനം. പൊതുവെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അത് ഉണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ബോംബെയിലാണ് ഇത് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതും ഈ ഫാക്ടറി തൊഴിലാളി ക്യാമ്പുകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഒരു പബ്ലിക്കിന് താമസിക്കാവുന്ന ഒരു പൊതു സ്ഥാപനം ഏറ്റവും വില റേറ്റ് കുറഞ്ഞ രീതിയിൽ എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സൗത്ത് ഇന്ത്യയിൽ എങ്ങും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ട് നമ്മൾ 2018 തുടങ്ങുന്നത്. 2018 തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2018 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2018 മുതൽ ഇതിൻ്റെ ആളുകൾക്ക് ഉപയോഗിക്കാൻ ആദ്യം ഒരു മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പോലെയാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇത് ഡോർമെറ്ററി അല്ല, ബേസിക്കലി ഇതൊരു ട്രെയിനകത്തുള്ള കൂപ്പ എന്താണോ അതേ സ്റ്റൈലാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടാൽ അറിയാം, ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ പോലെ ഒരു 3 ബെഡ്, 6 ബെഡ്, 12 ബെഡ്, അങ്ങനെ പല ടൈപ്പുള്ള വരുന്ന ആളുകളുടെ ഗ്രൂപ്പ് അനുസരിച്ച് കൊടുക്കാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റാണ് 395 രൂപ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത്. 395 രൂപ 395 രൂപ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് താമസിക്കുന്നത്. അത് തന്നെ 2 പേരോ അതിലധികമോ ഉണ്ടെങ്കിൽ 350 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
10 പേരോ അതിൽ കൂടുതലോ ഉള്ളവരെ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 299 രൂപയാണ്. ഓ, ഏതായാലും കൊച്ചി നഗരത്തില് 295 രൂപക്ക്, 295 രൂപയ്ക്ക് കൊച്ചി നഗരത്തിൽ 295 രൂപക്ക് ഒരു ദിവസം താമസിക്കാൻ കഴിയും. നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ശരി. അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് ഞങ്ങൾ ഓഫർ കൊടുത്തിരിക്കുന്നത് എക്സാമിന് വേണ്ടി വരുന്ന, പരീക്ഷയ്ക്ക് വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 199 രൂപയ്ക്ക് ഇവിടെ താമസിക്കാൻ AC അക്കോമഡേഷൻ കൊടുക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം കുട്ടികൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എറണാകുളത്തെ എക്സാമിന് വരുന്ന അകലെ നിന്ന് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ള യുവാക്കളും അതേപോലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കോളേജ് സ്റ്റുഡൻസും പാരൻസും അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരും ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വരുന്നവരും, ഒരാഴ്ചക്ക് താമസിക്കാൻ വരുന്നവരും, ഒരു മാസത്തേക്ക് താമസിക്കാൻ വരുന്നവരെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ മറൈൻ ഡ്രൈവിലേക്ക്, ബോട്ട് ജെട്ടിയിലേക്ക്. ഫോർട്ട് കൊച്ചിക്ക് പോകുന്നതിന് എളുപ്പമാണ്. അതേപോലെ ഇവിടുന്ന് ആലുവ തുടങ്ങിയിട്ട് തൃപ്പൂണിത്തുറ വരെയുള്ള ഏത് ഡെസ്റ്റിനേഷനിലേക്കും മെട്രോയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. യാത്രാ സൗകര്യമാണ് ഏറ്റവും പ്രധാനം. അതിനേക്കാളുപരി കേരളത്തിൽ തന്നെ ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊച്ചിൻ മെട്രോയിൽ ഇങ്ങനൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു മെറിറ്റാണ്. ഫ്രഷപ്പിന് വേണ്ടി എന്താ റേറ്റ് ഈടാക്കുന്നത്? ഫ്രഷപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് വരുന്നവർക്ക് 150 രൂപയും, അത് ഗ്രൂപ്പായിട്ട് 10, 50, 100 പേരൊക്കെ വരുമ്പോൾ അതിന് സ്പെഷ്യൽ റേറ്റ് 100 രൂപ താഴെയാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. വളരെ റീസണബിൾ റേറ്റാണ് ചാർജ് ചെയ്യുന്നത്. കാരണം ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു വലിയ ലയബിലിറ്റി വരാത്ത രീതിയിൽ അവർക്ക് 1 മണിക്കൂറിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അതും 100 രൂപ താഴെ വരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഫ്രഷപ്പിന് 150 രൂപ. അതുപോലെ തന്നെ ഒരു മാസ് നമ്പർ ഉണ്ടെങ്കിൽ അത് 100-ന് താഴെയും അതുപോലെ തന്നെ ഉള്ള രൂപത്തിൽ അവർ ചെയ്തു തരുന്നത്. ഇത് ഗവൺമെൻറ് PPP മോഡലിലാണോ? ഗവൺമെൻറ്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആയിട്ടാണോ ഈ പ്രോപ്പർട്ടി, ഈ സ്പേസ് ഒക്കെ ആയതാണ്? കൊച്ചിൻ മെട്രോ KMRLന്റെ ആണ് ഈ പ്രോപ്പർട്ടി. അത് ശരി. അവിടുന്ന് ഞങ്ങൾ റെന്റിന് എടുക്കുന്നതാണ്. അത് ശരി. ഓക്കെ. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൊച്ചിയിലുള്ളതും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ളത് KSRTCന്റെ കീഴിലായിരുന്നു. ഏതായാലും നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ ഇതുപോലെയുള്ള, പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന ഇതുപോലുള്ള സംവിധാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സങ്കടമാണ്. സാറും നേരത്തെ എന്നോട് ഫസ്റ്റിൽ പറഞ്ഞു, തുടങ്ങി ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായിട്ട് ആളുകളെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും നമ്മുടെ പ്രത്യേകിച്ച് പൊതുനിരത്തിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതുപോലെ തന്നെ സാധാരണക്കാരായ ഈ പ്രദേശത്തുകാരുടെ സപ്പോർട്ട് വേണം. അവരൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ആ റെക്കമെൻഡേഷൻ കുറവായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ നമ്മളെ മാതിരിയുള്ള യൂട്യൂബേഴ്സ് വഴിയൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് നമ്മളെ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് പൊതുജനത്തിന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള സംഗതികൾ കണ്ടെത്താൻ പറ്റും. തിരുവനന്തപുരത്തെ വീഡിയോ നിങ്ങൾ ഏറ്റെടുത്ത പോലെ അതിൻ്റെ അടിസ്ഥാനത്താണ് നമ്മൾ കൊച്ചിയിലെത്തിയത്. അപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഫ്രാൻസിസ് സാറിൻ്റെ ഇന്നോവേറ്റീവായ ഇങ്ങനത്തെ ഈ സംവിധാനത്തെ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഏതായാലും ഇവരുടെ നേതൃത്വത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ മറ്റ് പ്രത്യേകിച്ച് നമ്മളെ വടക്കൻ മേഖലയിൽ കോഴിക്കോട്ടേക്കും അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലേക്ക് ഇവിടെ ഈ സംവിധാനവുമായിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നിങ്ങൾ ആ ഒരു 199 രൂപയ്ക്കുള്ളത് അത് വലിയ സാർ, ബിഗ് സല്യൂട്ട് സാർ. അപ്പം അതും വലിയൊരു സംവിധാനം തന്നെയാണ്. ഏതായാലും നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ നമ്പർ, ഇവരുടെ കസ്റ്റമർ സർവീസ് എല്ലാ നമ്പറുകളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളുടെയും ഏത് സമയത്തും വിളിച്ച് ചോദിക്കുക. റൂമേഡ് പ്രീ ബുക്ക് ചെയ്യുക, അല്ലേ? അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഏതായാലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. താങ്ക് യു.